പ്രൊഡക്ഷൻ ഫുഡില്ലേ? ഉള്ളക്കങ്ങ് കഴിച്ചാൽ മതി. ഉള്ളതിന്റെ ടേസ്റ്റ് ഇല്ലടി. 350 രൂപയും നല്ല ഉഗ്രം പുട്ടെന്ന് പറഞ്ഞിട്ട് ഉണക്ക ചോറും രസവും. അതെ, ആദ്യം വാങ്ങുന്ന 350 രൂപയുടെ അഭിനയം കാഴ്ച വെക്ക്, എന്നിട്ട് ബാക്കി കഥ പറയാം. മക്കളെ ക്യാഷു അച്ഛ അഭിനയിച്ചില്ലടാ? അച്ഛാ, you know what is acting? Acting is what you reacting, but it is not a reacting. Acting is behaving. എല്ലാം കറക്റ്റാ, പക്ഷെ നിന്റെ ഈ വായ കൊള്ളാത്ത ചൊറിയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഞാൻ എനിക്ക് സന്തോഷമുള്ളൂ. മതി മതി, റെഡി റെഡി റെഡി, സമയമില്ല, പെട്ടെന്ന്. പ്ലീസ് ഭക്ഷണം കഴിച്ചപ്പോഴേ കഴിച്ച പകുതിയുള്ളു. ക്ഷീണം, ഭയങ്കര ക്ഷീണം. രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ, വെയിലത്ത് നിന്ന് നടന്ന് അലിഞ്ഞിരിഞ്ഞ്. 1 മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ട് വരാം. 1 മണിക്കൂർ പിന്നെ 1 മണിക്കൂർ വന്നേ അച്ഛാ. എന്താണിപ്പോ ആദ്യം മറക്ക്. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ വന്നോളാം. അത് പറ്റില്ല, എല്ലാം കൂടെ ഒരുമിച്ച് വേണം. മതി മതി, പഴനേക്ക്. അച്ഛാ റെഡി അല്ലേ? ക്യാമറ റോൾ, റോളിംഗ് സർ, ആക്ഷൻ. നെഞ്ചിടിപ്പിന്റെ താളത്തിമിർപ്പിൽ നുംബരങ്ങൾ പാടാൻ വാ, നുംബരങ്ങൾ ഞങ്ങളെത്തി. മിനു. ഓ മിനമ്മ, കുട്ടികൾക്ക് കഴിക്കാൻ ആഹാരം എന്തെങ്കിലും വാങ്ങിക്കൊടുത്തോ? ബ്രെഡും ബണ്ണും മേടിച്ചു കൊടുത്തു. അതെന്താ അങ്ങനെ? ഏതെങ്കിലും ഒന്ന് പോരായിരുന്നോ? ഓ, നടന്ന് തളർന്ന്. കുടിക്കാൻ കുറച്ച് ദാഹജലം കിട്ടിയിരുന്നെങ്കിൽ. മിനമ്മ, ഓ, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയാലോ? റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമെല്ലാം നമ്മളെ ആട്ടി ഓടിക്കല്ലേ, നമുക്ക് ആരുമില്ലല്ലോ. അമ്മേ, നമ്മൾ എന്തിനാണ് അമ്മ ആ മനുഷ്യരാട്ടി ഓടിക്കുന്നത്? നല്ല മൂഡിൽ വന്നതായിരുന്നു. അവളുടെ ഒരു ഓലക്ക മൂഡ്. ഞാൻ എന്തായാലും ഡയലോഗ് ഇങ്ങനെ പറയത്തില്ല, എന്റെ രീതിയിൽ പറയത്തുള്ളൂ. സ്ക്രിപ്റ്റ് തിരുത്തരുത്. രണ്ടും നിർത്തണ്ടോ? അവളുടെ രീതി പറഞ്ഞു നോക്കട്ടെ. അമ്മേ, എന്തിനാണ് ആ മനുഷ്യർ നമ്മളെങ്ങനെ ഓടിക്കുന്നത്? അമ്മക്കറിയില്ല മകളെ, നമ്മൾ ശപിക്കപ്പെട്ട ജന്മങ്ങളാണ്, ശപിക്കപ്പെട്ട ജന്മങ്ങൾ. അടുത്ത ഡയലോഗ് ഏതാണെന്നറിയാലോ? ഏതാണ്? അതിരുകളില്ലാത്ത ദിക്കുകൾ, നമ്മുടെ ചുവരുകൾ. ആ ഡയലോഗ്. ചേട്ടാ ചേട്ടാ, ഈ ചെയ്ത ഡയലോഗ് പറയില്ലേ, അപ്പോഴേക്കും എൻട്രി ആവണം കേട്ടോ. ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ. അതിരുകളില്ലാത്ത ചുവരുകളാണ് നമ്മളെ ദിക്കുകൾ, അതിരുകളില്ലാത്ത. അച്ഛാ ഓക്കേ അല്ലേ? ക്യാമറ റോൾ, റോളിംഗ് സർ, ആക്ഷൻ. അതിരുകളില്ലാത്ത ദിക്കുകളാണ് നമ്മുടെ ചുവരുകൾ. പാട്ട് പാടാ. ശരി മുതലാളി. നെഞ്ചടിപ്പിന്റെ താളത്തിമിർപ്പിൽ ഏതാ പിള്ളേര്? അയ്യോ, എന്റെ മക്കളാണ് മുതലാളി. ഏത് മുതലാളിയാ? ഇത് ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മക്കളാണ്. ഞങ്ങൾ രക്ഷിക്കാൻ ആരുമില്ലേ? മുകളിലിരിക്കുന്ന ദൈവങ്ങളെ, ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ടേ? ഞങ്ങൾക്കാരുമില്ലേ? ഈ അന്ധനെ രക്ഷിക്കാൻ ആരുമില്ലേ? 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 അമ്മ, അച്ഛാ, അടിപൊളി, കൺഗ്രാറ്റുലേഷൻ. പിന്നെ തകർത്ത്. പിള്ളേരെ കൊണ്ടുവാ. ഞാൻ എടുത്ത ചില ഷോട്ടുകളൊക്കെ അതിഗംഭീരായിരുന്നു അല്ലേ അച്ഛാ? അത് കണ്ടിട്ട് പറയാം. മകളെ, ഡബിങ് എന്ന് ആദ്യം എഡിറ്റിംഗ് ഒന്നും കഴിയട്ടെ അച്ഛാ, പിന്നെയല്ലേ ഡബിങ്. കുട്ടുമാമൻ ഉണ്ടായിരുന്നെങ്കിലേ ഞങ്ങള് രണ്ടുപേരും തട്ടിക്കൊണ്ടു പോകുന്ന സീനില്ലേ, അത് കുട്ടുമാമൻ നന്നായി ചെയ്തിരുന്നേനെ. അത് ശരിയാ. ജീവിതത്തിലും എന്റെ വില്ല, അഭിനയത്തിലും എന്റെ വില്ല. നിർത്ത്, ഞാൻ കുത്തണ്ട, ഒരു ഗ്യാപ്പ് ഇട്ടേ മതി, കേറിക്കോളൂ അങ്ങോട്ട്. അച്ഛാ, എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ ഇത് ആദ്യം പ്രദർശിപ്പിക്കുന്ന എന്റെ സ്കൂളിലാ. അന്ന് ഞാനൊരു പോകും കിടിലൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അച്ഛാ, മേടിച്ചോട്ടെ പുതിയ ഡ്രസ്. അന്ന് എന്റെ വികൃത രൂപം കണ്ടിട്ട് എല്ലാരും ഒന്ന് ഞെട്ടും. നീ അടിപൊളി ഡ്രസ് ഇട്ടിട്ട് പോകുമ്പോൾ വികൃത രൂപമല്ലേ?
ഞെട്ടും എല്ലാരും ഞെട്ടും. ഞെട്ടും. എടാ ഇപ്പൊ എല്ലാവർക്കും എന്നോട് അസൂയ. എന്റെ വികൃത രൂപം ഇറങ്ങട്ട് എല്ലാരും തല കുനിച്ച് നിക്കും. എടാ വിഷ്ണു, ഷൂട്ട് ചെയ്തല്ലിട്ട് കണ്ടായിരുന്നാ? പറ എങ്ങനെയുണ്ട് പറയടാ. എടി നമ്മൾ ഷൂട്ട് ചെയ്തപ്പോ എത്ര രൂപ മുടക്കിയേ? അത് ഫുഡും ക്യാമറയുടെ റെന്റൊക്കെ കൂടെ 8,000 രൂപ. അമ്മ, എനിക്കൊരു 8,000 രൂപ കടം വേണം. ഞാൻ എങ്ങനെയെങ്കിലും ഡാൻസ് കളിച്ച് തിരിച്ചുകൊണ്ടും തരാം. എന്തിനാണ്? അത് പിന്നെ അതൊന്നും കൂടി റീഷൂട്ട് ചെയ്യേണ്ടി വരും. റീഷൂട്ട് ചെയ്യാൻ എന്തിനാ? അതെ, ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ആയില്ല. ടെക്നിക്കൽ എറർ. നിന്നെ അടിക്കല്ല, തല്ലി കൊല്ലണം. ഇടാ ഇതെന്റെ ആദ്യത്തെ സംരംഭമായിരുന്നടാ. നിന്റെ അച്ഛനെ ഇതിലൂടെ രക്ഷപ്പെടാൻ ഇരിക്കായിരുന്നു. എന്ത് കഷ്ടം. വീട്ടിൽ കയറി പോകണ്ട. ഇതാണ് ശരിക്കുള്ള വികൃത രൂപം. ദൈവമേ, എങ്ങനെയൊക്കെ